പെരുമ്പാവൂരിനടുത്ത് അറക്കപ്പടി എന്ന സ്ഥലത്ത് ഉള്ള ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് സ്ഥാപനം കെൽട്രോ എന്ന പേരിൽ അതിനെ സംബന്ധിച്ചുള്ള അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ യഥാർത്ഥത്തിൽ ഈ അടുത്ത സമയത്ത് പുറത്തു വന്നു. അതിനെക്കുറിച്ച് 2 വെർഷനുണ്ട്. കാരണം അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. നടന്നിട്ടുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ വളരെ ഗുരുതരമായ സംഭവങ്ങളാണ്, മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ നടന്നേക്കുന്നത്. ഈ ചെറുപ്പക്കാര് നമ്മുടെയൊക്കെ വീടുകളിൽ ഈ വളരെ പയ്യന്മാര് അതുപോലെ തന്നെ ഈ പെൺകുട്ടികളുമൊക്കെ അവർ ഓരോ വലിയ ബാഗും എടുത്ത് ഈ വെയിലും എല്ലാം കൊണ്ട് മഴയത്താണെങ്കിൽ മഴയും കഷ്ടപ്പെട്ട് അവർ വരും. ഒരുപാട് കിലോമീറ്ററുകളാണ് അവർ നടക്കുന്നത്. എന്താണെന്നറിയാം, ഓരോ സാധനങ്ങൾ വിൽക്കാനാണ്. പക്ഷേ ഈ അതായത് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ പ്ലാസ്റ്റിക് സാധനങ്ങൾ, പാത്രങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ, ചിലപ്പോൾ പുസ്തകം, അതുപോലുള്ള ഓരോ കാര്യങ്ങളാണ് ഈ വിൽക്കാനായിട്ട്, ബുക്ക്, ഇതെല്ലാം കൊണ്ടുവരും. അപ്പൊ ഇത് നമ്മൾ നിവർത്തി ഉണ്ടെങ്കിൽ പലരും വാങ്ങുകയില്ല. കാരണം ഇത് ഒന്നാമത് ഇവരെയൊക്കെ വീട്ടിൽ കയറ്റി വരുത്തുന്നത് തന്നെ ആളുകൾക്ക് ഭയമാണിപ്പോൾ. അത് കാരണം ഒരുമാതിരിപ്പെട്ടവരൊന്നും ഇവരെ പ്രവേശിപ്പിക്കത്തില്ല. ഇത് പണ്ട് നമ്മളിത് വാങ്ങാം, ഇവരുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഇതൊന്ന് കിട്ടും, പഠിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ ആദ്യമൊക്കെ ഞാനൊക്കെ ഇത് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വിടുമായിരുന്നു. പിന്നെ ഇതങ്ങ് ശല്യമായി കഴിഞ്ഞപ്പോൾ ഇത് ആരുടെ നിന്നും വാങ്ങാതായി. ഇപ്പൊ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ഇവരിത് കൊണ്ടുനടന്ന് വിൽക്കുന്നതിൻ്റെ ആ സാഹചര്യം ഒന്ന് മനസ്സിലായിക്കോളൂ. ഓരോ പരസ്യം ചെയ്യും. അതായത് പരസ്യം ഇങ്ങോട്ട് വരും, ഇൻസ്റ്റാഗ്രാമിലും അതിലുമൊക്കെയാണ് പരസ്യം വരുന്നത്. മാനേജിങ് ട്രെയിനിങ് ആയിട്ട് നിയമിക്കാൻ പോവുകയാണ്. ഉടനെ അത് ഒരു 35,000 രൂപ മാസ ശമ്പളം, അങ്ങോട്ട് ഇല്ലും ശമ്പളമൊക്കെ പറയുമ്പോൾ അതിലുമൊക്കെ വലിയ ഓഫറൊക്കെ വരും. അവിടെ ചെന്നില്ലുമ്പോൾ ഒരു 35,000 രൂപ ശമ്പളം, മാർക്കറ്റിംഗ്, അതിന് ട്രെയിനിങ് വേണം. അപ്പോൾ 6 മാസത്തെ ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞാണ് ഈ സാധനങ്ങൾ ഈ കുട്ടികളെ കൊണ്ട് വിൽക്കാനായിട്ട് ഓരോ വീടുകളിലേക്ക് പറഞ്ഞയക്കുന്നത്. അവർ ഈ ബാഗും തൂക്കിയെടുത്ത് ഈ വെയിറ്റുമായിട്ട് അവരിങ്ങനെ നടന്ന് അവർ എന്തെങ്കിലും വിറ്റാലായി വിറ്റ് അവർ വളരെ കഷ്ടപ്പെട്ട് ഓരോരുത്തരുടെ കാല് പിടിച്ച് ഇതുപോലെ ചീത്തറിവിളിയൊക്കെ കേട്ടാണ് അവസാനം അവരുടെ വഴക്കുമൊക്കെ കേട്ട് വായിലിരിക്കുന്ന എല്ലാം കേട്ടതിന് ശേഷമാണ് വല്ലതും ഒരു ദിവസം ഒരു 10,000 രൂപയ്ക്കോ ചിലപ്പോൾ അങ്ങനെ കച്ചവടം ചിലപ്പോൾ നടന്നിരിക്കും, ചിലപ്പോൾ ഒന്നും നടക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളതിന് എന്തെന്നറിയോ, ഈ ബിസിനസ് അവലോകനമുണ്ട് അവിടെ ഈ ഓഫീസിൽ. രാത്രി 12 മണിക്കൊക്കെയാണ് ഈ അവലോകനം നടക്കുന്നത്. അതിൻ്റെ ഉടമയൊക്കെ ചേർന്നുകൊണ്ടാണ്, അതിൻ്റെ ജനറൽ മാനേജർ എന്നൊക്കെയാ പേര് ഇട്ടുള്ള ഓരോരുത്തന്മാരാണ് ഇതിൻ്റെ അവലോകനം നടത്തുന്നത്. അവലോകനത്തിൽ 2,000 രൂപയ്ക്ക് താഴെ കച്ചവടം, 2,000 രൂപയ്ക്ക് മേളിൽ നടന്നില്ലെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല. അപ്പം ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് ഇതൊക്കെ ട്രെയിനിങ് അതിൻ്റെ ഭാഗമായിട്ടെന്നാണ് വൈപ്പ് ഇവരെ പാൻസൊക്കെ ഉരിക്കുക, എന്നിട്ട് കഴുത്തേൽ ഒരു ബെൽറ്റ് ഇട്ട് പട്ടിയെ പോലെ മുട്ടുകരയിൽ ഇങ്ങനെ മുറുക്കി ചുറ്റും ഈ ബെൽറ്റ് ഇട്ടുകൊണ്ടെടുത്ത് പിടിച്ചുകൊണ്ട് നടക്കണം. ആ നടക്കുമ്പോൾ മുറിയുടെ 4 മൂലയിലും പോയി ഈ നായ മൂത്രം ഒഴിക്കുന്നവർ മൂത്രം ഒഴിച്ചു കാണിക്കണം. പിന്നെ ഈ ചീഞ്ഞളിഞ്ഞ പഴമൊക്കെ ഈ ചവച്ചത് ഇങ്ങനെ വായിലിട്ടത് തുപ്പി കൊടുക്കും താഴെ, അത് നക്കിയെടുക്കണം, അത് നക്കിയെടുത്ത് കഴിക്കണം. പിന്നെ നാണയം തറയിലിടും, അത് നക്കിയെടുക്കണം. എന്ന് വെച്ചാൽ പട്ടിയല്ലേ, അതുപോലെ നക്കിയെടുക്കണം. ഈ രീതിയിലുള്ള ശിക്ഷാമുറകളാണ് ട്രെയിനിങ്ങിൻ്റെ രൂപത്തിൽ കൊടുക്കുന്നത്. ഇത് മാത്രമല്ല, വായിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് അങ്ങനെ നിന്നോണം, വായിൽ നിറച്ച് ഉപ്പിട്ടേക്കാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഇവർക്ക് ഇത് അതായത് വളരെ കഴിവ് ഉണ്ടാക്കാനാണ് ഇതിനകത്ത്, അതായത് ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ആദ്യം വിശ്വസിപ്പിച്ചത്. ഈ പിള്ളേരൊക്കെ ഈ പാവപ്പെട്ട പിള്ളേർ ഇതെല്ലാം ചെയ്യും. കാരണം ഇത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമല്ലേ എന്നായിരുന്നു ആദ്യം കരുതി. പിന്നെ മനസ്സിലായി ഇത് ശിക്ഷാമുറയാണ് എന്നുള്ളത് പിന്നെ അവസാനം പിടികിട്ടുന്നത്. കാരണം ഇവരെ കൂടുതൽ കച്ചവടത്തിന് ഇവരെ പ്രാപ്തരാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചാണ് ഈ വൃത്തികേടുകളെല്ലാം ഇവന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് അവിടെ തമ്മിലടിയായി 2 പേര്. കാരണം അവിടെ ഒരുത്തൻ
അവൻ്റെ പേര് മനാഫ് എന്ന് പറയപ്പെടുന്നു. അവൻ മയക്കുമരുന്ന് കഴിക്കുന്നവനാണ്. അവനാണ് ആദ്യം ഈ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നത്. അവനാണ് ഈ പട്ടിയെ പോലെ ഈ കുട്ടിയെ കൊണ്ടു നടക്കുന്നതിൻ്റെ ചിത്രം മൊബൈലിൽ പിടിച്ച് അത് ഈ ഉടമയോടുള്ള, അതായത് ഉബൈൽ എന്ന് പറയുന്ന വേറെ ഒരു ഉണ്ട്, ജനറൽ മാനേജർ ഉബൈൽ, അവനെ ഒരു പെണ്ണ് കേസിൽ പ്രതിയായി ഇപ്പം അകത്ത്, ബലാത്സംഗ കേസ്, ഒരു പീഡന കേസിനകത്ത് പ്രതിയായിട്ട് ഇപ്പം നടക്കുകയാണ്. അവൻ അങ്ങനെ ലീവിലാണ് എന്നാണ് പറയുന്നത്. ലീവ് എന്ന് പറയുന്നതാണ് ലീവ്, മനസ്സിലായില്ലേ? കേസിനകത്ത് പ്രതിയായവനാണ്, നല്ല കേസാണ്. ഇങ്ങനെയുള്ളവന്മാരാണ് ഈ സ്ഥാപനം നടത്തുന്നത്. യവന്മാർ തമ്മിലുള്ള പകയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ചിത്രീകരണം നടന്നതെന്നാണ് ഈ കുറെ ഇതിനകത്ത് ഈ കുട്ടികൾ നാശമായല്ലോ അവർ പറയുന്നത്. ഇങ്ങനെയാണ് അഭിനയിപ്പിച്ച് എടുത്തതാണെന്ന്. അതെല്ലാം കള്ളമാണ്. കാരണം വേറൊരു ചെറുപ്പക്കാരൻ ഇതേപോലെ അവിടുന്ന് നേരത്തെ പിരിഞ്ഞു പോയ ആള് മാർച്ച് 26-ന് പെരുമ്പാവൂർ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്, കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അയാളെ ഇതേപോലെ ഉപദ്രവിച്ചത്. അപ്പോൾ അത് അയാൾ ഈ ഫോട്ടോയിലൊന്നും ഉള്ളവരൊന്നും അല്ല. പക്ഷേ അതിനൊക്കെ ശേഷമാണ് ഇതെല്ലാം വെളിയിലേക്ക് ഈ വിവരം വെളിയിൽ വന്നേക്കുന്നത്. എന്തായാലും ആ പരാതി അപ്പോൾ വന്നേക്കുന്നത് ഇതിനു മുമ്പാണ്. അപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ ഇതേപോലുള്ള പീഡന മുറകൾ അവിടെ നടന്നു എന്നുള്ളത് ഏതാണ്ട് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. ഏതായാലും അത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ശരിയായ രീതിയിൽ ഇത് അന്വേഷിക്കണം. അല്ലാതെ ഇവന്മാർ പറയുന്ന വെർഷൻ ഈ പിള്ളേരെ കൊണ്ട് ഇപ്പോൾ ഇത് മാറ്റി പറയിപ്പിക്കും. കാരണം ഇനി ഇത് മാത്രമല്ല, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയുള്ളൂ. ഇതേപോലുള്ള പീഡന മുറകൾക്ക് ഈ അഭ്യസ്തവിദ്യരായ ഈ കുട്ടികൾ നിന്നു കൊടുക്കേണ്ട കാര്യം എന്താണ്? അവരുടെ ആ ഡിഗ്നിറ്റി, അന്തസ്സിനെ വിട്ടുള്ള കാര്യം ഇത് ഒക്കെ ഉണ്ടാവുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണ്ടേ? അത് പ്രതികരിക്കുന്നതിന് പകരം ഇതവരെല്ലാം ഈ പറയുന്നതെല്ലാം കേൾക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അവര് മാറിപ്പോയി. ഈ സ്ഥാപനത്തിൽ മാത്രമല്ല, ഇതേപോലുള്ള ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇതേപോലുള്ള പീഡന മുറകൾ നടക്കുന്നതായിട്ട് ആണ് ഇപ്പോൾ പല കേന്ദ്രങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതായത് നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള, അതായത് ഈ ജീവനക്കാരെ, അവിടെയൊക്കെ ഉള്ള ജീവനക്കാരെ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകൾ വന്ന് കണ്ടിട്ട്, അതിനാണല്ലോ ഈ ലേബർ ഓഫീസർ, അസിസ്റ്റന്റ് ലേബർ ഓഫീസറും ഒക്കെ ഉള്ളത്. വേറെ പണിയൊന്നും അല്ലല്ലോ, ഇതൊക്കെയല്ലേ അന്വേഷിക്കേണ്ടത്. അത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിന്റെ ഒക്കെ അതെല്ലാം പോയതോടുകൂടി ഇപ്പോൾ ഇവരുടെ ജോലിയൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ഇതൊക്കെ പോയി അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. അത് ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇങ്ങനല്ല മനുഷ്യന്റെ അന്തസ്സ് വിട്ടുള്ള പെരുമാറ്റം അവരോട് നടത്തുക എന്നുള്ളത്. ഇവർ കുട്ടികളാണ്. ഈ ചെറുപ്പക്കാരെ ഇതേപോലെ ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് കാണുന്നതിന് പകരം നായായിട്ട് കാണുന്ന സംസ്കാരം ഒന്ന് ആലോചിച്ച് നോക്കിക്കൊള്ളൂ. ഇതൊന്നും നടക്കാത്തതൊന്നുമല്ല, ഇതൊക്കെ നടന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ ഇനി ആ കുട്ടികൾ മാറി പറയും. കാരണം അവർക്ക് ആക്ഷേപമായി പോയല്ലോ. ഇപ്പോൾ ഈ ആക്ഷേപം നിങ്ങൾക്ക് ഇപ്പോഴല്ല വരേണ്ടത്. ഇതുപോലെ ഒരുത്തൻ നിങ്ങളുടെ അടുത്ത് പ്രവർത്തിക്കുമ്പോൾ അവനെ തിരിച്ച് അടി കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അവനെ വീട്ടിൽ പോയി ആരെങ്കിലും പട്ടിയാക്കാൻ പറയണം. അതാണ് വേണ്ടത്. അല്ല നിങ്ങൾ നായായിട്ട് ചിത്രീകരിക്കാൻ നിന്നു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഈ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഇന്ന് ചെറുപ്പക്കാരിലെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു എന്നുള്ളത് വേണമല്ലോ കാണാൻ. അല്ലെങ്കിൽ ഇത് പണ്ടിങ്ങനെ ആരെങ്കിലും നിന്നു കൊടുക്കും ഇതിന്? ഇല്ല. ഇന്ന് ഈ കുട്ടികളൊക്കെ ഇതിനൊക്കെ നിന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ അതിശയമുള്ള കാര്യമല്ലേ നമുക്കിത്? ഇത് ആദ്യമായിട്ട് കാണുകയല്ലേ? ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമല്ലേ ഈ നടക്കുന്നത്? അവരെ ഈ തൊഴിലാളികളെ ഇതുപോലെ ജീവനക്കാരെന്നായിക്കോട്ടെ, ഇവർ ജീവനക്കാരായിട്ടാണെങ്കിൽ ആ ജീവനക്കാരോട് അവർക്ക് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള അന്തസ്സോടുകൂടിയുള്ള പെരുമാറ്റം, അതിന് അവർക്ക് അർഹതയില്ലേ ജീവനക്കാർക്ക്? അങ്ങനെ ഉള്ളപ്പോഴാണോ ഇതുപോലെ ചെയ്യേണ്ടത്? പോലീസ് ഇത് ശരിയായ രീതിയിൽ അന്വേഷിക്കണം. ഇതിലെ കള്ളക്കളികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. ഇത് വെറുതെ ചിത്രീകരിച്ചൊന്നുമല്ല. കാരണം ഇത് നേരത്തെയും ഇതുപോലെ അവിടെ നടന്നതായിട്ട് ഉള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പൂട്ടിക്കണം. ഇവന്മാര് ബിസിനസ് വേണ്ട. ഇവരുടെ ഓരോ ബിസിനസ് എന്ന് പറഞ്ഞ് ഈ കൊച്ചുങ്ങളെ വിളിച്ച് ഇതുപോലെ പറഞ്ഞ് കൊടുത്തയക്കുക. എന്നിട്ട് അവരെ ടാർജറ്റ് അച്ചീവ് ചെയ്യും. എന്തോ ടാർജറ്റ്, ഇവരൊക്കെ ഉള്ള ടാർജറ്റ് നാണമില്ലേ? അവരൊക്കെ ശമ്പളം കൊടുക്കാനാണെങ്കിൽ ആ ശമ്പളം കൊടുക്കണം. അതുപോലെ 35,000 രൂപ ഓഫർ ചെയ്ത ആൾക്ക് 8,000 രൂപ പോലും തികച്ച് കിട്ടിയിട്ടില്ലെന്നാണ്
അയാൾ പരാതി കൊടുത്തേക്കുന്നത്. മാസം 35,000 രൂപ പറഞ്ഞെടുക്കുന്നതാണ്. കാരണം എന്താണെന്ന് എടുത്തതിന് പറയും, അവന്മാരധികം ഒരു കണ്ടീഷൻ എഴുതി വെക്കും. ഇതുപോലെ എന്നതുപോലെ ടാർഗറ്റ്, നിങ്ങളുടെ ടാർഗറ്റ് ദിവസം ഇത്ര, എന്തോ ടാർഗറ്റ് എന്നോ ഇതൊന്നും ഇവർ ചിന്തിക്കത്തില്ല. 35,000 രൂപ ശമ്പളം കിട്ടുമെന്ന് കാണുമ്പോൾ അത് ചാടി വീഴും. കുറ്റമല്ല, ജീവിക്കാൻ മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ അന്തസ്സ് വിറ്റല്ല ജീവിക്കേണ്ടത് എന്ന് തിരിച്ചു വരും.